നല്ല ടേസ്റ്റിയായി കണ്ടെങ്കിൽ ഈസിയായി തയ്യാറാക്കാൻ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചട്ടി ചൂടാകുമ്പോൾ അതിൽ 2 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ പൊട്ടി വരുമ്പോഴേക്കും അതിനുശേഷം അതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി, അതുപോലെ ഒരു ഇഞ്ചി നീളത്തിലുള്ള ഇഞ്ചി എന്നിവ ചതച്ചത് ചേർത്ത് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. ശേഷം അതിലേക്ക് ഒരു 5 വലിയ ചെറിയുള്ളി കനം കുറച്ചരിഞ്ഞത്, അതുപോലെ ഒരു മീഡിയം സൈസ് ഉള്ളി, സവാള കനം കുറച്ചരിഞ്ഞത് എന്നിവ ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ശേഷം അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർക്കുക. നല്ലവണ്ണം ഇളക്കി വഴറ്റി കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നീട് മസാലപ്പൊടികൾ ചേർക്കാവുന്നതാണ്. ഉള്ളി ഒന്ന് നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്, അപ്പോഴാണ് മസാലകൾ ചേർക്കേണ്ടത്. മസാലകളായിട്ട് ഒരു 2 ടീസ്പൂൺ മീറ്റ് മസാല, അതുപോലെ എരിവിനനുസരിച്ച് ഇവിടെ ഇപ്പം നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ മാത്രമാണ് മുളക് പൊടി ചേർത്തിട്ടുള്ളത്. എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർക്കുക, മല്ലിപ്പൊടി ചേർക്കുക. ശേഷം പൊടിയുടെ പച്ചമണം നല്ലവണ്ണം മാറുന്നത് പോലെ ഇളക്കി വഴറ്റി കൊടുക്കുക. അതിനൊപ്പം എണ്ണ ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കുക. ചട്ടിയുടെ അടിയിൽ പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ശേഷം മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. മസാലകളുടെ പച്ചമണമെല്ലാം മാറി അപ്പോൾ നന്നായി റോസ്റ്റായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരു ചെറിയ പഴുത്ത തക്കാളി ചോപ്പ് ചെയ്തത് ഇട്ട് ചേർത്ത് കൊടുക്കാം. അതും നല്ലവണ്ണം വഴറ്റുക. ഞാനിവിടെ തൊലി കളഞ്ഞ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ശേഷം അതിലേക്ക് ഒരല്പം ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല, വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1/2 കിലോ ഞണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞണ്ട് ചേർത്ത ശേഷം നല്ലവണ്ണം മിക്സാക്കുക. മസാലയും ഞണ്ടും എല്ലാം കൂടെ നല്ലവണ്ണം മിക്സാക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ശേഷം ചൂടുവെള്ളം, ഒരു 1/2 ഗ്ലാസ് അളവിൽ ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇളക്കി വെച്ച് ഒരു 10 മിനിറ്റ് വരെ നമുക്ക് വേവേണ്ടത് ആവശ്യമുള്ളൂ. 10 മിനിറ്റ് വരെ അടച്ച് വെച്ച് വേവിക്കുക. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ വളരെ ടേസ്റ്റിയായ എന്നാൽ ഈസിയായ ഞണ്ട് കറി ഇവിടെ തയ്യാറായി കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.